നമസ്കാരം, സ്വാമി ശരണം. ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ഗംഭീര റിസോർട്ട് പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്ക്. നമ്മുടെ ഒരു സുഹൃത്തും അതല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠ സഹോദര തുല്യനായിട്ടുള്ള ഒരു വ്യക്തിയുടെ റിസോർട്ടാണ്. അപ്പോൾ ആ റിസോർട്ട് ഗംഭീര റിസോർട്ടാണ്. ഇതിന് പിറകിലുള്ള ഒരുപാട് വസ്തുതകളുണ്ട്. അതൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ റിസോർട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം നമുക്ക്. നമസ്കാരം. നമസ്കാരം. എത്ര വർഷമായി ഈ റിസോർട്ട് ഇങ്ങനെ ഒരു ഗംഭീര റിസോർട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട്? ഇപ്പൊ നമ്മൾ 3 വർഷമാണ്. ഓക്കെ, ഇത് അങ്ങയുടെ സ്വദേശം തന്നെയാണോ ഇത് ശരിക്കും? ഞാൻ ശരിക്കും എറണാകുളംകാരൻ. ഓക്കെ ഓക്കെ. ഇവിടെ വരുന്നത് ഏത് വർഷത്തിലാണ്? ഞാൻ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് 2003 തുടങ്ങി. ഓക്കെ ഓക്കെ. അന്ന് ഇങ്ങനെയൊന്നുമല്ല. നിലമ്പൂരിൽ ടൂറിസം മേഖല എന്ന് പറയുമ്പോൾ സത്യത്തിൽ ആദ്യത്തെ തുടക്കം ഇത് തന്നെയല്ലേ? പക്ഷെ അത് ജനങ്ങളിലേക്ക് വേണ്ട വിധത്തിൽ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. എന്തായാലും ഇത് പ്രസന്നൻ സാറാണ്, നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദര തുല്യനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. പുള്ളിയുടെ റിസോർട്ടിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇത് മെസ് ഹാളാണ് കേട്ടോ. ഇവിടെ നിരന്ന് തന്നെ 50ഓളം ആളുകൾക്ക് ഒരു ടൈമിൽ ഭക്ഷണം കഴിക്കാവുന്ന അത്രയും വിശാലമായിട്ടുള്ള ഒരു മെസ് ഹാളാണ്. അത് ഒട്ടനവധി റിസോർട്ടുകൾ കണ്ടിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് ഇത്ര അധികം ആളുകൾക്ക് ഇരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നൊരു വേദി നമ്മൾ സത്യത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഇതിൻ്റെ കലവറയാണിത്. കിച്ചൺ 2 സെക്ഷനായിട്ടാണ്. ഒന്ന് പാത്രങ്ങളും മറ്റുള്ള വാഷിങ്ങും അതല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ആ ഒരു ഏരിയകളൊക്കെ ഒതുങ്ങിയിട്ടുള്ള ഒരു ഭാഗം. ഇനി അതിൻ്റെ പാചക ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇപ്പുറത്താണ്, റൈറ്റ് സൈഡിലാണ്. അത് ഇവിടെയാണ് വരുന്നത്. അത് സെപ്പറേറ്റ് തന്നെയാണ്. ഇതാണ് കിച്ചൻ്റെ ഏരിയ വരുന്നത്. എത്ര ആളുകൾ വന്നു കഴിഞ്ഞാലും ഓർഡർ പ്രകാരം അവർക്ക് വെജിറ്റേറിയൻ വേണോ നോൺ വെജിറ്റേറിയൻ വേണോ, ഇനി ഏതൊക്കെ രീതിയിലുള്ള ഡിഷുകളും ഇവിടെ ചെയ്ത് കൊടുക്കും. അതിനുള്ള ഷെഫുകളും അതിൻ്റെ എല്ലാ സ്റ്റാഫുകളും ഒക്കെ ഉള്ളത് തന്നെയാണ്. അതൊക്കെ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പറയാം. ഇതിലേറ്റവും അത്യാകർഷകമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 50 പേർക്ക് നിരന്നിരിക്കുക എന്നുള്ളത് തന്നെയാണ്.
ഇനി ഇതിൻ്റെ റൂം ഫെസിലിറ്റീസ് ആണ് നോക്കുന്നത്. റൂമുകൾ 10 റൂമുകളാണ് ഇവിടെ ഉള്ളത്. അത് ഡബിൾ റൂമാണ് പേരിനെങ്കിലും, പക്ഷേ ഡബിൾ റൂമിനേക്കാൾ അധികം സ്പേസ് ഉണ്ട്. മാത്രമല്ല ഇതിൻ്റെ അപ്പുറത്ത് വേറെ സെക്ഷൻ വരുന്നുണ്ട്. ഫാമിലി ആയിട്ട് വരുമ്പോൾ കുട്ടികളൊക്കെ ആകുമ്പോൾ 2-3 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൂടെ ഒരു ഇതേ റൂമിൽ തന്നെ, ഒറ്റ റൂമിൽ തന്നെ കഴിയാനുള്ള ഫെസിലിറ്റി അപ്പുറത്ത് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് കാണാം. ഇത് റൂമിനോട് അടുപ്പിച്ചുള്ള പുറത്തൊരു ആ ഒരു സിറ്റ് ഔട്ട് പോലുള്ള ആ റൂമിൻ്റെ മാത്രം ഒരു സിറ്റ് ഔട്ടായിട്ട് വരുന്നു. പുറത്തോട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ബെഡിൻ്റെയൊക്കെ ആ സ്പേസ് തന്നെ ആ ഒരു വൃത്തി അതല്ലെങ്കിൽ ആ വെടിപ്പ് എല്ലാം കാണുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാത്റൂം ഫെസിലിറ്റിയുടെ ഭാഗമാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആ സിറ്റ് ഔട്ടിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തെ ആ ഭംഗി നമുക്കൊന്ന് കാണാം. പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുതന്നെ ഇത് ഒരു ഹൈ റേഞ്ച് ഏരിയ ആണോ എന്ന് ചോദിച്ചാൽ ഹൈ റേഞ്ച് ഏരിയ ആണെന്ന് പറയാം. എന്നാൽ ജനവാസമുള്ള ഏരിയ ആണോ ചോദിച്ചാൽ അതുമാണ് എന്ന് പറയാം. രണ്ടിൻ്റെ ആ ഒരു ഇടയിൽപ്പെട്ട ഒരു പ്രദേശമാണ്. പക്ഷെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഓവർ തണുപ്പില്ല, എന്നാൽ ചൂട് ഒട്ടുമേ ഇല്ലാത്ത രീതിയിൽ. ഇപ്പം നമ്മൾ ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾക്കറിയാം സ്വെറ്റർ ഇല്ലാണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. മാത്രമല്ല നമുക്ക് ആ ശരീരമൊക്കെ ആകെ ഡ്രൈ ആവുന്നൊരവസ്ഥയ്ക്ക് വരും. ഇവിടെ അതൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. ഇതിനേക്കാളെല്ലാം ഉപരി പ്രകൃതി രമണീയത എന്ന് പറഞ്ഞാൽ ഇവിടെ വെറുതെ ഇരുന്നാൽ തന്നെ നമ്മൾക്ക് എത്ര സമയം ഇരുന്നാലും ബോറടിക്കില്ല. സമയം പോകുന്നത് അറിയൂല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത. അതിൻ്റെ അന്തരീക്ഷം ആ രീതിയിൽ തന്നെയാണ് ഉള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളേരിയ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ഫാമിലി ആയിട്ട് വരുമ്പോൾ കുട്ടികളൊക്കെ 2-3 കുട്ടികളൊക്കെ ഉള്ള ഫാമിലി ആണെങ്കിൽ അവർക്ക് എക്സ്ട്രാ അതിന് വേണ്ടിയുള്ള ബെഡാണ്. ഇതിൻ്റെ ആ ഒരു ബാത്റൂം ഫെസിലിറ്റി, ആ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെയാണ് ഇത് കാണിക്കുന്നത്. കൃത്യമായിട്ടും ഒരു സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ആ ഒരു ഗംഭീര റിസോർട്ട്. ആ ഒരു റിസോർട്ട് ഇവിടെ ഒരു ഈ പറയുന്ന ഗ്രാമത്തിൽ, നിലമ്പൂരിലെ ഒരു ഉൾഗ്രാമമാണ് ഈ TK കോളനി, കുളപ്പങ്കൈ കോളനി എന്ന് പറയും. പൂന്തോട്ടക്കടവ് എന്നാണ് ഇവിടെ പ്രോപ്പറായിട്ട് പറയുന്ന ആ സ്ഥലത്തിൻ്റെ പേര്. പൂന്തോട്ടക്കടവ്, TK കോളനി, പൂന്തോട്ടക്കടവ്. ഈ റൂമിൻ്റെയൊക്കെ പേരാണ് ഏറ്റവും വലിയ രസമല്ല അതല്ലെങ്കിൽ ഐശ്വര്യം എന്ന്. തൃക്കേട്ട എന്നാണ് ഈ റൂം നമ്പർ 1ൻ്റെ പേര്. അത്തരത്തിൽ നമ്മുടെ മലയാള നാളുകളാണ്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ഓരോ ജനിച്ച നാളുകൾ. ആ നാളുകളാണ് ഓരോ റൂമിൻ്റെയും പേര് വരുന്നത്. ഇഷ്ടം പോലെ ഓറഞ്ച് ഉണ്ടായിരുന്നു. ഓറഞ്ച് വളരണം എന്നുണ്ടെങ്കിൽ തന്നെ ആ അന്തരീക്ഷത്തെ പറ്റി തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊരു തണ്ണീർ പന്തലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. മൾബറി ഒക്കെയാണ് അല്ലേ? മൾബറി ഉണ്ടോ? ഇല്ല, മൾബറി ചെമ്പരത്തിയാണ്. ഇത് ചെമ്പരത്തിയാണ്. ഇതിവിടുത്തെ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. ഈ സ്വിമ്മിംഗ് പൂളിന്റെ ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഈ ജലം എന്ന് പറഞ്ഞാൽ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒരു ജലം, ആ ഒരു സിസ്റ്റാണ്. ഇവിടെ നമുക്കറിയാം ഇതൊരു മലമ്പ്രദേശമാണ്. ഈ മലമ്പ്രദേശത്തിൻ്റെ ഇടയിലൂടെ ഒഴുകുന്ന ഒരു പുഴ, ആ പുഴയോട് ചേർന്നിട്ടുള്ള ഒരു റിസോർട്ടാണത്. അതുകൊണ്ട് തന്നെ ഇവിടേക്കുള്ള ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് വരുന്ന വെള്ളം, അതുപോലെ ഇതിൻ്റെ തൊട്ടടുത്ത് ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ഈ നിൽക്കുന്ന ഈ റിസോർട്ടിൻ്റെ അടുത്ത്. ഇവിടെയുള്ള വീടുകളിലേക്കൊക്കെ വെള്ളം കൊണ്ടുവരുന്നത് ഈ മലമ്പ്രദേശത്ത് നിന്നും പൈപ്പ് ഇട്ടുകൊണ്ടാണ്. അതായത് കിലോമീറ്ററുകളോളം പൈപ്പ് ഇട്ടുകൊണ്ട് ഗംഭീരമായിട്ടുള്ള ഔഷധ ജലമാണ് ഇവിടേക്ക് ഒഴുകി വരുന്നത്. അതിവിടെ ഒഴുകി വന്നതിന് ശേഷം അത് ഫിൽട്ടർ ചെയ്തതിന് ശേഷമാണ് ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് വീണ്ടും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള എന്തെങ്കിലും കരടുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും സസ്യങ്ങളുടെ വേസ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മറ്റൊരു വേസ്റ്റും വരാൻ സാധ്യതയില്ല. ഈ വെള്ളത്തിൽ കുളിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ പുണ്യമാണ് എന്നുള്ളതാണ് സത്യം. ഇനി ഇവിടെ 2 കുതിരകളുണ്ട്, അമ്മക്കുതിരയും മോൾക്കുതിരയാണ് 2 കുതിരകൾ. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഈ റൂമിൻ്റെ പേര് ചോതി എന്നുള്ളതാണ്. ഇതുപോലെ 10 റൂമുകളാണ് ഇവിടെ ഉള്ളത്. ഇനി ഇവിടുത്തെ മറ്റൊരു അത്ഭുതമാണ് ചിത്രശലഭങ്ങൾ. ആയിരക്കണക്കിന് 10,000കണക്കിന് ചിത്രശലഭങ്ങളാണ് വരിക. നമ്മൾ സാധാരണ ഇതൊക്കെ എഡിറ്റിങ്ങിലാണ് ഇതൊക്കെ ആളുകൾ ക്രിയേറ്റ് ചെയ്യാറ്. പക്ഷെ ഇവിടെ നാച്ചുറൽ പ്രകൃതി തന്നെ തന്നിട്ടുള്ള ചിത്രശലഭങ്ങൾ, ആയിരക്കണക്കിന് ചിത്രശലഭങ്ങൾ. ഇത് മറ്റൊരു റൂമാണ്, ഉത്രാടം, AC റൂം. ഉത്രാടം എന്നാണ് ഈ റൂമിൻ്റെ പേര്.
ഇത് എത്ര സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്? ഇതൊരു കഷ്ടി ഒരു 85 പേർക്ക് സുഖിക്കുക. 85. ഇവിടെ ടേബിൾ ടെന്നീസ് ഇന്റർനാഷണൽ കളിക്കാർക്ക് വേണ്ടിയുള്ള ടേബിൾ ടെന്നീസ് അത്ര വലിയ സ്റ്റാൻഡേർഡ് ടേബിളാണത്. പിന്നെ ഈ കുട്ടികൾക്ക് ക്ലാസ്സുകൾ അല്ലെങ്കിൽ സെമിനാറുകളൊക്കെ നടക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവം കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ സമയത്തൊക്കെ എത്ര ടെമ്പറേച്ചർ ഉണ്ട് സർ? ഇവിടെയൊക്കെ ഇപ്പോഴും ഒരു 20-25 പറ്റില്ല. ഇതൊക്കെ ഇങ്ങനെ വേരുകൾ ഇതൊക്കെ നാച്ചുറൽ വേരുകളാണ്. പാലിന്റെ കൂടുതലുണ്ടായ താഴ്ത്തന്നെ നമ്മളൊരു പണിക്കാരൻ വന്ന് വെട്ടികളാണ്. അപ്പൊ ഇതൊക്കെ ഒരു രസമാണ്. ബർത്ത്ഡേ പാർട്ടീസും ഇതൊക്കെ ഒരു 10-100 പേർക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പോയിട്ടിരിക്കാം. അതെ അതെ. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിലേ പുഴയുടെ നിങ്ങൾ ഈ ചെടികളൊന്നും വെട്ടാതെ വന്നിട്ട് നമുക്ക് ഒരാഴ്ച വെട്ടിക്കളയണം സാറേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രകൃതിയോടുള്ള സ്നേഹം കാരണം കത്തിക്കൊണ്ടിരിക്കും. സംരക്ഷിക്കാണ് വേണ്ടത്. അതെ. കല്ലാലാണ്, വേരാണ് ഇതൊക്കെ. കല്ലിന് കുരുട്ടുപാല. ഇതിന്റെ ചാറ് കുഴിനകത്തിനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മുള്ളെല്ലാം കാലയിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ചാറിട്ടുണ്ടെങ്കിൽ അത് സ്വയം ഇങ്ങോട്ട് പുറത്തേക്ക് വരും. അതിന്റെ കായ ഇവിടെ 1-2 ഉണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കും. എത്ര ഔഷധ മരങ്ങളുണ്ട് ഇതിന്റെ ഉള്ളില്? ഇവിടെ എനിക്ക് 10-100 ചിലാണ്. ഇത് പണ്ട് ഈ ഫർണിച്ചറൊക്കെ മിനുസപ്പെടുത്താനുള്ള സാധനമാണ്. പാറകം. എങ്ങുമില്ല. ഇപ്പൊ സാൻഡ് പേപ്പറായി മാറി. ഇപ്പൊ സാൻഡ് വീടുകളൊക്കെ. അതെ, അതാണ് ഈ മരം. പാറകം. ഇതിന്റെ അകത്ത് മത്സ്യം ഇപ്പൊ ഇല്ല. മത്സ്യം ഉണ്ടായിരുന്നാണ്, ഇപ്പൊ കുറച്ച് ദിവസമായിട്ടില്ല. ഇപ്പൊ ബട്ടർഫ്ലൈയുടെ ഒരു സീസണാണ്. സമയമാണ്. അതെ അതെ അതെ. ആയിരക്കണക്കില്ല 10,000 ബട്ടർഫ്ലൈസ്. ഇത് ഞങ്ങളൊരു ആയുർവേദ മസാജ് സംഗതിയാണ്. ഇത് മറ്റേ ഇതുണ്ടല്ലോ, പത്തി, ഒറിജിനൽ പത്തിയാണ്. നമ്മുടെ കാഞ്ഞിരത്തിന്റെ പത്തിയാണ്. കാഞ്ഞിരത്തിന്റെ പത്തിയാണ്. ഞങ്ങള് സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. നമ്മളങ്ങോട്ട് ആയിട്ടില്ല, തുടങ്ങിയിട്ടില്ല. നേരത്തെ കൊറോണ മുമ്പ് ഉണ്ടായിരുന്നു. കൊറോണ വന്നു കഴിഞ്ഞപ്പോ
അതൊരു ഔഷധ ചെടിയാണ് കേട്ടോ. ഏതാ? പുന്നക്കായ എന്ന് പറയും. പുന്നമരം. ആ, അതിന്റെ പുന്നക്കായുടെ എണ്ണ പല സ്കിൻ ഡിസീസിനും അതിന് ഇതൊക്കെ സ്പെഷ്യലായിട്ട് നമ്മൾ നട്ടിരിക്കുന്നത്. ഈ മരം കുന്തിരിക്കത്തിന്റെ മരമാണ്. കുന്തിരിക്കം. കുന്തിരിക്കം. ഓക്കെ. അതിന്റെ തടി അല്ലേ? അതിന്റെ തടി അതിൽ ഇനി ഇട്ടണമെങ്കിൽ ഇപ്പൊ അത് കുന്തിരിക്ക അതിന്റെ ചാറാണ് കുന്തിരിക്ക. ഒരു മുറിവിട്ടാല് ഊറി വരുന്ന കുന്തിരിക്ക. ഇത് വേറൊരു തരം പരിജാതമാണ്. ഇതൊക്കെ ഒരു 7 മണി സമയത്തൊക്കെയാണ് ഇത് പൂക്കുക. രാത്രി രാത്രി 7 മണിക്ക് പൂത്തരണമെങ്കിൽ ഇങ്ങനെ ഇപ്പൊ പൂവില്ല. ഇതിങ്ങനെ ഒരു 15 ദിവസം കൂടുമ്പോൾ അത് എഴുതണ്ടല്ലേ പൂത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിൽ പൂത്താൻ കഴിഞ്ഞ് കണ്ടില്ലേ. പൂത്തരണമെങ്കിൽ ഇവിടെ ഈ റെസ്റ്റോറൻറ്റിലെല്ലാം ഭയങ്കര പരിമളമാണ്. ഇത് ചെമ്പകപ്പൂ. ഇതെന്താ ചെറിയൊരു കിഴങ്ങ് പോലെയും മുള്ളൻ? ഇതാണ് മുള്ളാത്ത. മുള്ളാത്ത. ക്യാൻസറിനൊക്കെ മുള്ളൻകയനി എന്ന് പറയുന്നുണ്ട് ഇവിടെ. നോനി ജ്യൂസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. മുള്ളാത്ത. ഇത് ചെറി. ചെറി. ഓക്കെ ഓക്കെ ഓക്കെ. ഒരുപാട് പഴമുണ്ട്. പാഷൻ ഫ്രൂട്ട്, ചൈനീസ് ഓറഞ്ച്, കാന്താരിയാണ്. നാടൻ കാന്താരി. നാടൻ കാന്താരി ഇഷ്ടം പോലെ ഉണ്ട്. അതിവിടെ ഓട്ടോമാറ്റിക് ഉണ്ടാവണം തോന്നുന്നു അല്ലേ? ഉണ്ട്. പിന്നെ ഇതെല്ലാം ചിറ്റമൃതാണ്. ചിറ്റമൃത്. ചിറ്റാമൃത്. ഷുഗർ പാർട്ടീസിനൊക്കെ. ഈ മരം ബ്ലാത്തി അമ്പഴങ്ങ എന്ന് പറയും. ബ്ലാത്തി അമ്പഴങ്ങ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പഴങ്ങയുടെ തന്നെ വലിയൊരു ഇനമാണ്. സബർജൽ പോലെ. ഉള്ളില് സബർജലിന്റെ പോലെയാണ് അതിന്റെ കുരു. അത് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലുതായിട്ടുണ്ടെങ്കിൽ അച്ചാറിടും. നമ്മൾ ജ്യൂസ് അടിച്ചു കൊടുക്കും. ഭയങ്കര ഡെലീഷ്യസ് ആണ്. റംബൂട്ടാനുണ്ട്. ഇവിടെ അതൊക്കെ ഉണ്ട്. ഇവിടെ മറ്റേ ചെമ്മിപ്പുളി, നെല്ലിപ്പുളി, മുരിങ്ങ. ഇത് ഇത് രുദ്രാക്ഷത്തിന്റെ മരമാണ്. രുദ്രാക്ഷമൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വളരെ പവിത്രമായ സ്ഥലത്ത്. അവരൊക്കെ ഇവിടെ വരാൻ കാരണം ഇത്രയും പവിത്രമായ സ്ഥലം കണ്ടിട്ടായിക്കോളൂ. ലക്ഷ്മിതരു. ലക്ഷ്മിതരുവും ഈ മുള്ളാത്തലയും ഇലകളാണ് ക്യാൻസറിന് ഏറ്റവും പ്രതിരോധം എന്ന് പറയുന്നത്. ഇവിടെ താഴ്ത്ത് മുഴുവൻ കിടക്കുന്നത് അല്ല. അതിന്റെ മുകളിലും ഇഷ്ടം പോലെ ചാമ്പക്ക. നല്ല ടേസ്റ്റിയാണ്. നമ്മളത് അച്ചാറിട്ട് കൊടുക്കും. ഇവിടെ നമ്മുടെ കുറെ കൃഷികളൊക്കെ ഉണ്ടെങ്കിൽ കഴിയുന്ന ഇവിടെ തന്നെയാണ്. ഇവിടെ മുളകുണ്ട്, അവിടെ കൂർക്കയുണ്ട്, ഇവിടെ ഇട്ടിരിക്കുന്ന ഇഞ്ചിയാണ്. മുരിങ്ങ, ഇത് ഗ്രാമ്പു, ഈ മരം. ഇത് നമ്മൾ ഈ ചൗച്ചോ എന്നും പറയുന്ന ഒരു കായ, അതാണ് ഇത്. ഇപ്പൊ ഇത് ഈ അടുത്തൊരെണ്ണം മുറിഞ്ഞുപോയി. അല്ലെങ്കിൽ ഇത് കൂടെ മുഴുവൻ ഉണ്ടായിരുന്നത്. നമുക്ക് ഇതിലങ്ങോട്ട് പോകും. ഇത് പ്രത്യേക തരം ചീരയാണ്. ഭയങ്കര ഷുഗറും ഒരുപാട് ഔഷധ ഗുണം പറയുന്ന സംഗതിയാണ്. അത് നമുക്ക് ഗസ്റ്റുകൾക്കൊക്കെ സുഖമായിട്ട് വെച്ചിരിക്കും. പിന്നെ ഇത് ചന്ദനമരമാണ് കേട്ടോ. അത് ചന്ദനം. ഇതിനിപ്പുറത്തുള്ളത് വരിപ്പമ്പുളി എന്ന് പറയും. സ്റ്റാർ ഫ്രൂട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇതേ ഉണ്ടായിരിക്കണം.
കണ്ടില്ലേ? പരിപ്പമ്പുളി. ഓക്കെ. ഇവിടെയൊക്കെ ഇതെല്ലാം ചീര, ഒരു ഡയബറ്റിക് ചീരകളാണ് ഇവിടെ നമ്മുടെ ഉണ്ടല്ലോ, ഡയബറ്റിക് ചീര. ഇതെങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ നട്ടു വളർത്തിയിട്ടുണ്ട്. പല ഇത് ആണോ, ഇത് സിൽവർ റോക്ക് എന്ന് പറയും. സിൽവർ റോക്ക് അങ്ങനെ നന്നായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന മരമാണ്. പറമ്പിൽ വലിയ ഔഷധമല്ല എങ്കിലും ഇതിൻ്റെ ഗുണമെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ ശരിക്കും സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യും, ചെടികൾ വളരുകയും ചെയ്യും, ഷെയ്ഡും കിട്ടും, നേരിയ ഇഞ്ചി കൃഷിയാണിത്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞു. നമ്മൾ ജൈവ കൃഷിയാണ്, ജൈവ വളം മാത്രമേ ഉള്ളൂ. ഓർഗാനിക് ഫാമിംഗ് ആണ് നമ്മുടെ ആവശ്യത്തിന് സമയം കൊടുക്കുന്നത്. ഇത് ശരിക്കും ഒരു മെഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ വന്നിരുന്ന ഇതൊക്കെ തേക്കിൻ്റെ തടിയാണ്. മെഡിറ്റേഷൻ, ധ്യാനം, എവിടെ ഇരിക്കാം, അവിടെ കൊടുമുടി നോക്കിക്കൊണ്ടിരിക്കുക. കണ്ടില്ല? സൂര്യഭഗവാനെ നേരിട്ട് ദർശിക്കുക. സൂര്യഭഗവാന് അപ്പൊ ഇവിടെയൊക്കെ വെറുതെ വന്നിരുന്നാൽ തന്നെ ഒരു ദിവസങ്ങൾ പോകും. മനസ്സിന് കുളിർമ. കരിങ്കലിന്റെ പീഠങ്ങളാണ്, അത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ക്യാമ്പ് ഫയർ ഏരിയ. 40-40 പേർക്ക് സുഖമായിട്ട് ഇവിടെ ഇരിക്കാം. എത്ര സീറ്റിംഗ്സ് ഉണ്ട്? 40 പേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാം. ഇത് കണ്ടില്ലേ ബെഞ്ചുകള്? ഇവിടെ എങ്ങനെ ഇരുന്നുണ്ടെങ്കിൽ രാത്രികളില് സുഖമായിട്ട് പാട്ടും പാടി കൊണ്ടിരിക്കാം. എല്ലാവരുടെയും അവരുടെ പാടാനുള്ള സൗന്ദര്യവും കേട്ടോ. കിടന്നാടാം, ഇരുന്നാടാം, നിന്നാടാം. പുതിയതായിട്ട് ഊഞ്ഞാലാടണമെങ്കിൽ ഇവിടെ ഒന്ന് കയറി ഇരുന്നോ? അതെ, പുതിയതായിട്ട് പഴയ ഓർമ്മകളൊക്കെ ഒന്നിട്ട് ആടിക്കോട്ടെ. ഇപ്പോ ഇനി ആടാനായിട്ട് സ്ഥലമില്ല എന്നുള്ള പ്രശ്നമൊന്നും വേണ്ട. അതെ, അതായത് ഇതൊക്കെ വല്ലപ്പോഴൊക്കെ അല്ലേ ഓർമ്മിക്കാൻ പറ്റുള്ളൂ. പണ്ട് തിരുവാതിരക്കും പിന്നെ ഓണത്തിനാണ് ഊഞ്ഞാലാട്ടം ഉള്ളത്. ഇത് ഞാവൽപ്പഴം വലിയ ടൈപ്പാണ്. ഈ ചുമ, ഇതിന്റെ പേര് ഞാൻ പറഞ്ഞു. ഇതിന്റെ ചുമക്കുള്ളതാണ്. ഇതിന്റെ നീര് പിടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കഠിനമായ ചുമ പോവും. തൽക്കാലം ഇവിടെ ഇരിക്കാം. മുകളിലേക്ക് കയറാനായിട്ട് വയസ്സന്മാരായില്ല. ഇതാണ് ശരിക്കും കിഴക്ക്. ആ കൊടുകൂടി ഉണ്ട്, അതാണ് ശരിക്കും കിഴക്ക്. നമ്മുടെ ഇതിപ്പോ ഒരു 10,000-2000 പേർക്കൊക്കെ ഇവിടെ സുഖമായിട്ട് ഇങ്ങനെ അപ്പുറത്ത് 1000 പേർക്കൊക്കെ നിൽക്കാൻ പറ്റില്ലേ? സുഖമായിട്ട് ഓപ്പൺ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്.
2000-ത്തിലധികം ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഇടം. അതും കുത്തനെയുള്ള ഭൂപ്രദേശമാണ്. സ്റ്റേജാണ് ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്നത്. അത്തരത്തിൽ വലിയ വലിയ പ്രോഗ്രാമുകളൊക്കെ നടത്താൻ പറ്റുന്ന, ഓപ്പൺ പ്രോഗ്രാം നടത്താൻ പറ്റുന്ന ഒരു വേദി കൂടിയാണത്. കാടിന്റെ പ്രതീതി നിലനിർത്തുകയാണ്. ഇതിന്റെ വീട്ടിയുണ്ട്, ഇതേ വീട്ടിയല്ല, ഇതിന്റെ തടിയുടെ വെള്ളം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റിക് പോകും. ആ തടി താന്നിയാണ്. താന്നിക്ക അതൊന്നുമില്ല, അടുക്ക, നെല്ലിക്ക, താന്നിക്ക ത്രിഫലയിൽ ഒന്നാണത്. ചേരിന് പൊള്ളൽ വന്നാൽ ഇതിന്റെ ചുറ്റും ഒരു 7 പ്രാവശ്യം ഫലം വെച്ചാൽ സംഗതി മാറും. ഇത് നമ്മൾ പുഴയിലേക്കാണ് പോകുന്നത്. മുക്കുറ്റി ഒന്നും ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റൂല വേറെ. മുക്കുറ്റിയല്ലേ? മുക്കുറ്റിയൊക്കെ നല്ല പവിത്രമായ സ്ഥലത്ത് ഉണ്ടാവുള്ളൂ. അത് രുദ്രാക്ഷം ഈ ബാവലി ഒരു കിളി കൊണ്ടുവന്ന് കടിച്ച് കൊണ്ടുവന്നിടുന്നതാണ്. മനസ്സിലായോ? ഇത് 4 ഉണ്ട്, 5 ഉണ്ടോ? ഇപ്പൊ ഇതൊക്കെ 5 മുഖമാണ്. അതെ, ഇവിടെ ഒരു പ്രകൃതി തപസ്സിരിക്കാൻ പറ്റിയ ഒരു ഗുഹയാണ്. പിന്നെ നിങ്ങളുടെ ശക്തി പരീക്ഷിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ഇത് നിങ്ങൾക്ക് പൊക്കി നോക്കാം. അതെ, ആഗ്രഹമുള്ളവർക്ക് പൊക്കി മറിച്ചിടാം. അല്ലെങ്കിൽ പൊക്കി നിർത്താം, അല്ലെങ്കിൽ ഒറ്റ പേരിൽ പൊക്കി നിർത്താം. ഭീമനൊക്കെ ഒറ്റ പേരിൽ അർജുനും എന്തൊരു കൂളിംഗ് അല്ലേ? ഏത് മഴയത്തും ഏത് വേനക്കും ഒരു പ്രശ്നമില്ല. അപേക്ഷ 365 ദിവസം വെള്ളം ഉണ്ടാവും. ഞാൻ രാവിലെ മിക്കവാറും വൈഫൂഡ് ഉണ്ടെങ്കിൽ ഒരു 7 മണിക്കൊന്ന് വിളിക്കും. ഞാൻ തിരിച്ചാണെങ്കിൽ ചിലപ്പോൾ അതിനൊക്കെ മുമ്പ് ഒന്ന് വിളിക്കും. മിക്കവാറും വൈകിട്ട് വിളിക്കാറുണ്ട്. ഇവിടെ താഴത്ത് മീൻ വന്ന് കിട്ടും.
മറ്റേ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഈ ബസ് ഹൗസിന്റെ? ഈ ഒരു ടൂറിസ്റ്റ് ബസ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് 2 ടയർ ട്രെയിൻ AC-ലുള്ള ആ ഫെസിലിറ്റി വെച്ചിരിക്കുന്നതാണ്. 13 പേർക്ക് സുഖമായിട്ട് കിടക്കാം. 13 പേർക്ക് 13 പേർക്ക് അതിനുള്ള ബെഡ് സൗകര്യം ഉണ്ട്. എല്ലാ ബെഡ് സൗകര്യം ഉണ്ട്. ഓക്കെ. 13 വേണമെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ 10-16 പേർക്ക് കിടക്കാം. അത്ര സൗകര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. എന്തായാലും നമുക്ക് അതിന്റെ ഉള്ളിൽ കയറാം. ലാവിഷായിട്ടേ വളരെ ലാവിഷായിട്ട് ബർത്താണ്. AC നല്ല AC ആണ്. സുഖമായിട്ടിരിക്കാം. താഴ്ത്തി ഇരുന്നുണ്ടെങ്കിൽ മുകളിലത്തെ ആൾക്കാർക്ക് സുഖമായിട്ട് കിടക്കുകയും ചെയ്യാൻ പ്രശ്നമില്ല. വണ്ടി ഓടിക്കാനുള്ള ഫോട്ടോ എടുക്കാൻ അത് കൊടുക്കാം. ഇത് ശരിക്കും റണ്ണിങ് വണ്ടിയല്ലേ? ശരിക്കും ഇവിടെ കൊണ്ടുവന്ന് ഓടിച്ചത് വണ്ടിയാണ്. ഇപ്പൊ അതിന്റെ എഞ്ചിനൊക്കെ മാറ്റി നമ്മൾ അതിന് കാശ് കൊടുക്കണ്ടേ? ഓക്കെ ഓക്കെ. ടാക്സ് അടക്കണല്ലോ. അതെ. അപ്പൊ വണ്ടി ഓടിച്ച് പഠിക്കും ചെയ്യാം ആൾക്കാർക്ക്. വണ്ടി ഓടിച്ച് പഠിക്കുകയും ചെയ്യാം. ഫോട്ടോ ഒക്കെ എടുത്ത് പേരക്കുട്ടികളൊക്കെ കാണിക്കാം. ബസ് ഓടിച്ചിരുന്ന അപ്പാപ്പനും അച്ചാച്ചനൊക്കെ ഗൾഫിലെ വണ്ടികളൊക്കെ പറഞ്ഞത് ദുബായിൽ ഓടിച്ചോണ്ടിരിക്കും. ഗണപതി നാരങ്ങയാണ്. നാരങ്ങ കൊണ്ടായില്ലെന്ന് നോക്കി പറയാം. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നാണ്. ഗണപതി പൂജയ്ക്ക് ഇതില്ലാതെ പൂജ നടക്കില്ല. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നാണ്. ഇപ്പൊ കമണ്ടലു